ഈ കോൺഗ്രസ്സുകാർ ഇത്ര അലമ്പന്മാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ നമ്മുടെ വയനാട് ഫണ്ടിൻ്റെ കാര്യത്തിൽ ഇവർ കാട്ടിക്കൂട്ടിയ സംഭവം ഉണ്ടല്ലോ, അമ്പരപ്പിക്കുന്നതാണ്. പെയ്തിറങ്ങിയൊരു ദുരന്തത്തിൽ ഒലിച്ചുപോയൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലെ ഇരകളോട് ഇവർ ചെയ്തിരിക്കുന്നത് കൊടും ക്രൂരതയാണ്. എന്താ ഇവർ പറഞ്ഞത്? 2 വർഷമായിട്ട് ഞങ്ങൾ പണം സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ്. രസീതടിച്ച് കൂപ്പണടിച്ച് പണം വാങ്ങി, ഹുണ്ടിക പിരിവെടുത്ത് പണം വാങ്ങി, ഓവർസീസ് കോൺഗ്രസ്, സർവീസ് സംഘടനകൾ, മഹിളാ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KS, മൂത്ത കോൺഗ്രസ് എല്ലാം കൂടി നാടടക്കം പിരിവായിരുന്നു ദുരന്തബാധിതരെ സഹായിക്കാൻ വേണ്ടി. തൊട്ടപ്പുറത്തുനിന്ന് പറഞ്ഞു, ഇതാ സർക്കാരിൻ്റെ ഒരു പരിപാടിയിലും നിങ്ങൾക്ക് സഹായം കൊടുക്കാൻ പാടില്ല കേട്ടോ എന്നൊരു മുന്നറിയിപ്പും കൊടുത്തു. ശമ്പളം കൊടുക്കുന്ന ധനസഹായമായി കൊടുത്ത ആൾക്കാരെ വിലക്കി. അതിനുശേഷം ഒരു ആപ്പും ഉണ്ടാക്കി. ഈ ആപ്പിലൂടെ തന്നെ എത്ര കോടി പിരിച്ചിട്ടുണ്ടാവും. ഇടയ്ക്ക് ആപ്പ് പിൻവലിച്ചപ്പോൾ സതീശൻ പറഞ്ഞു, ഞങ്ങൾക്ക് മതിയായ പണം കിട്ടിയില്ലോ, ഇന്നിതിന് ആപ്പിൻ്റെ കാര്യം എന്താ ഉള്ളത്? അങ്ങനെ ആപ്പ് മുങ്ങി. ഇപ്പോൾ കോൺഗ്രസ് പറയാണ്, ഞങ്ങൾ ആകെ പിരിച്ചത് 5,38,00,000 രൂപ മാത്രം. മുസ്ലിം ലീഗ് 44 കോടി രൂപ പിരിച്ചു. നമ്മുടെ DYFക്കാർ ആക്രി വിറ്റ് 20 കോടിക്ക് മേൽ സർക്കാരിലേക്ക് സംഭാവന ചെയ്തു. ഈ ദേശീയ പാർട്ടി ഇവിടെ വന്ന് കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി ഇവരൊക്കെ എന്താ ചെയ്തിരുന്നത്? ഇതുപോലുള്ളൊരു തട്ടിപ്പ് വെട്ടിപ്പ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഇപ്പം കണക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാട്ടാ, ഒരു MPക്ക് ഈ ദുരന്തത്തിൽ കൊടുക്കാവുന്ന പരമാവധി തുക 1 കോടി രൂപയാണ്. അത് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു, ഇത് വലിയൊരു ദുരന്തമായി പ്രഖ്യാപിച്ചു. 1 കോടി രൂപ ഞാൻ കൊടുത്തു MP ഫണ്ടിൽ നിന്ന്. അതുകൂടാതെ ശമ്പളത്തിൻ്റെ ഇനത്തിൽ 1,00,000 രൂപ കൊടുത്തു. ഈ വയനാട്ടെ MP-ആയ പ്രിയങ്ക ഗാന്ധി 5 പൈസ കൊടുത്തോ? അവരെന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് പാർട്ടിയുണ്ടല്ലോ, പാർട്ടിയിലൂടെ ഞങ്ങൾ കൊടുക്കുമെന്ന്. എവിടെ പ്രിയങ്ക ഗാന്ധിയുടെ പണം? എവിടെ രാഹുൽ ഗാന്ധിയുടെ പണം? ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന പരിവാർ കുടുംബം ഇരിക്കുന്നത് വയനാടല്ലേ? അവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വയനാടല്ലേ? 5 പൈസ ഈ പ്രിയങ്ക ഗാന്ധി ആ ദുരന്ത ബാധിതർക്കായി കൊടുത്തോ? എന്തോ കാലണ്ടർ ആരെ കൊണ്ട് അച്ചടിപ്പിച്ചുകൊണ്ട്, റോബർട്ട് വാദേരെ കൊണ്ട്, മൂപ്പരാണെ എന്താണ് കൊള്ളയാ, കുറച്ച് കാലണ്ടർ കൊടുത്തു. ഇതുപോലുള്ളൊരു തട്ടിപ്പ് കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഈ ദുരന്ത ബാധിതരെ ഒഴുകിപ്പോയ ഒരു ഗ്രാമത്തിൻ്റെ അവശേഷിപ്പിന് പാത്രമായ വ്യക്തികളോട് ഇങ്ങനെയാണ് ക്രൂരത ചെയ്യുന്നതെങ്കിൽ ഇവരെന്തായിരിക്കും കേരളത്തോട് കാണിക്കുന്ന സമീപനം? ഒരു വോട്ട് വാങ്ങാനുള്ള, ഞങ്ങൾക്ക് തരണമെന്ന് പറയാനുള്ള ധാർമ്മികത ഇവർക്കുണ്ടോ? കേരളം ചിന്തിക്കേണ്ട ഒരു ഘട്ടമാണ്. കോൺഗ്രസ് എന്നുള്ള പാർട്ടി സീറ്റ് വിറ്റ് പൈസ മേടിക്കുന്നുണ്ട്. ഹരിയാനയിലുള്ള കാര്യം നിങ്ങൾക്കറിയാലോ. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കൂറുമാറി അപ്പുറത്തേക്ക് വോട്ട് ചെയ്യാൻ 25, 30, 40 കോടി രൂപ എണ്ണി വാങ്ങുന്നവർ പോട്ടെ. എന്നാലും ഇമാതിരി ചതി നമ്മുടെ ദുരന്തബാധിതരോട് ചെയ്യുമെന്ന് ആരും വിചാരിച്ചില്ല. കേരളം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഈ കൊടും ക്രൂരതയ്ക്ക് ഇവർക്ക് മാപ്പ് കൊടുക്കാൻ പറ്റുമോ? ഇവർ മാപ്പ് അർഹിക്കുന്നുണ്ടോ? ചിന്തിക്കേണ്ട ഘട്ടം.